ഇന്ത്യ അടക്കമുള്ള ലോകത്തിലെ പ്രമുഖ വ്യാപാര രാജ്യങ്ങൾക്ക് ചരക്കു ഗതാഗതത്തിന്റെ ഭാവി എങ്ങനെയാകണമെന്നതിന് പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ചൈന. പരമ്പരാഗത ഇന്ധനത്തെ മാത്രം ആശ്രയിക്കാതെ പുനരുപയോഗ ഊർജ്ജത്തെ സമുദ്ര ഗതാഗതത്തിലേക്ക് വിജയകരമായി സംയോജിപ്പിക്കുന്നതിന് ലോജിസ്റ്റിക്സ് മേഖലയിൽ പുതിയ അധ്യായത്തിനാണ് തുടക്കമായിരിക്കുന്നത്. 10,000-ലധികം വാഹനങ്ങൾ ഒരേ സമയം വഹിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ആദ്യത്തെ സോളാർ ഊർജ്ജ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഭീമൻ വാഹന വാഹക കപ്പൽ ചൈന ഔദ്യോഗികമായി സമുദ്രത്തിലിറക്കി. പരിശോധിക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. ആഗോള ചരക്കു ഗതാഗത രംഗത്ത് സുസ്ഥിര വികസനത്തിനും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനും ഈ കപ്പൽ നിർണായക ചുവടുവയ്പ്പാണ്. ചൈനയിലെ ഗാങ്ഷു ഷിപ്പ്യാർഡ് ഇന്റർനാഷണലും ചൈന ഷിപ്പ് ബിൽഡിംഗ് ട്രേഡിംഗും സംയുക്തമായാണ് ഈ അത്യാധുനിക കപ്പൽ നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയായതോടെ ദക്ഷിണ കൊറിയയിലെ ഓഷ്യൻ ബിസിനസ് കോർപ്പറേഷൻ കപ്പൽ ഏറ്റുവാങ്ങി. കന്നി യാത്ര തന്നെ ശ്രദ്ധേയമാക്കിക്കൊണ്ട് 10,800 വാഹനങ്ങളുമായാണ് ഈ ഭീമൻ കപ്പൽ അന്താരാഷ്ട്ര സമുദ്രപാതയിലൂടെ യാത്ര ആരംഭിച്ചത്. ലോക വ്യാപാര മേഖലയിൽ വാഹന കയറ്റുമതിക്ക് വലിയ പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ ഒരൊറ്റ യാത്രയിൽ ഇത്രയും വലിയ തോതിൽ വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന സംവിധാനം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. സോളാർ വൈദ്യുതോൽപാദന സംവിധാനമാണ് ഈ കപ്പലിന്റെ പ്രധാന ആകർഷണം. കപ്പലിന്റെ മുകൾ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഫോട്ടോ വോൾട്ടോയിക് സോളാർ പാനലുകൾ വഴിയാണ് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പൊതുവായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. നാവിഗേഷൻ സംവിധാനങ്ങൾ, ലൈറ്റിംഗ്, നിയന്ത്രണ ഉപകരണങ്ങൾ, വിവിധ സഹായ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ വൈദ്യുതിയുടെ വലിയൊരു വിഹിതം സോളാർ സംവിധാനത്തിലൂടെ ലഭ്യമാക്കാൻ കഴിയും. ഇതോടെ പരമ്പരാഗത ഡീസൽ ജനറേറ്ററുകളുടെ ഉപയോഗം കുറയുകയും ഇന്ധന ഉപഭോഗവും കാർബൺ പുറന്തള്ളൽ കുറഞ്ഞു വരികയും ചെയ്യുന്നു. എന്നാൽ കപ്പലിന്റെ പ്രധാന പ്രൊപ്പൽഷൻ സംവിധാനം പൂർണ്ണമായും സോളാർ ഊർജ്ജത്തെ ആശ്രയിക്കുന്നില്ല. ഇരട്ട എഞ്ചിനുകളാണ് കപ്പലിലുള്ളത്. ഇവ ഹെവി ഫ്യൂവൽ ഓയിലും ദ്രവീകൃത പ്രകൃതിവാതകവും ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആവശ്യമായിടത്ത് ഇന്ധനക്ഷമതയും പരിസ്ഥിതി സൗഹൃദവും ഒരുമിച്ചുറപ്പാക്കുന്ന രീതിയിലാണ് ഈ ഹൈബ്രിഡ് പ്രവർത്തന രീതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ ദീർഘദൂര സമുദ്രയാത്രകളിലും ഉയർന്ന പ്രവർത്തനക്ഷമത നിലനിർത്താൻ സാധിക്കും. 230 മീറ്റർ നീളവും 40 മീറ്റർ വീതിയുമുള്ള ഈ കപ്പൽ അന്താരാഷ്ട്ര സമുദ്ര ഗതാഗതത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ്. ആകെ 14 വാഹന ഡെക്കുകളാണ് കപ്പലിലുള്ളത്. ഇതിൽ 9 ഡെക്കുകളിൽ സ്ഥിരമായി ക്രമീകരിച്ച പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. ശേഷിക്കുന്ന 5 ഡെക്കുകൾ വിവിധ ആവശ്യങ്ങൾക്കനുസരിച്ച് പുനഃക്രമീകരിക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ ചെറു കാറുകൾ, വൈദ്യുത വാഹനങ്ങൾ, സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങൾ, വാനുകൾ, ബസ്സുകൾ, ഹെവി ട്രക്കുകൾ, കാർഗോ കണ്ടെയ്നറുകൾ, പ്രത്യേക വ്യാവസായിക വാഹനങ്ങൾ തുടങ്ങി വിവിധ വലുപ്പത്തിലും ഭാരത്തിലുമുള്ള വാഹനങ്ങൾ സുരക്ഷിതമായി കൊണ്ടുപോകാൻ ഈ കപ്പലിന് സാധിക്കും. കപ്പലിന്റെ സോളാർ പാനൽ സംവിധാനത്തിന് പരമാവധി 200 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. പ്രതിദിനം ശരാശരി 5.25 മുതൽ 7 മണിക്കൂർ വരെ മതിയായ സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ ഏകദേശം 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇതിന് കഴിയും. സമുദ്രഗതാഗത മേഖലയിൽ സോളാർ ഊർജ്ജത്തെ പ്രായോഗികമായി വിനിയോഗിക്കുന്നതിന്റെ മികച്ച ഉദാഹരണമായാണ് ഈ സാങ്കേതിക വിദ്യയെ വിലയിരുത്തുന്നത്. കപ്പലിലെ പൊതുവായ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സോളാർ സംവിധാനത്തിന് നിർണായക പങ്കുള്ളതിനാൽ പ്യുർ കാർ ആൻഡ് ട്രക്ക് കാരിയർ വിഭാഗത്തിൽ സോളാർ വൈദ്യുതി പ്രധാന സഹായ ഊർജ്ജമായി ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യ കപ്പൽ എന്ന സ്ഥാനവും ഇത് സ്വന്തമാക്കി. ആഗോളതലത്തിൽ വ്യാപാര രംഗത്ത് വേഗത്തിൽ വളരുന്ന രാജ്യമാണ് ഇന്ത്യ. വാഹന നിർമ്മാണം, വൈദ്യുത വാഹനങ്ങൾ, നവീന ഊർജ്ജം, തുറമുഖ വികസനം, കയറ്റുമതി മേഖലകൾ എന്നിവയിൽ ഇന്ത്യ വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ചൈനയുടെ മാതൃക ഇന്ത്യക്ക് ഗൗരവമായി പഠിക്കേണ്ട ഒരു അനുഭവമാണ്. ദീർഘദൂര സമുദ്ര ചരക്കു ഗതാഗതത്തിൽ പുനരുപയോഗ ഊർജ്ജ സാങ്കേതിക വിദ്യകൾ വ്യാപകമായി ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ രാജ്യത്തെ ലോജിസ്റ്റിക്സ് ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ചരക്കു ഗതാഗത ചെലവ് വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും ഉയർന്നതാണ്. നിർമ്മാണ ചെലവിനൊപ്പം ഇന്ധന ചെലവും ഗതാഗത ചെലവും വർദ്ധിക്കുന്നതോടെ ഉൽപ്പന്നങ്ങളുടെ വിപണി വിലയും ഉയരുന്നു. സമുദ്ര ഗതാഗതത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുകയാണെങ്കിൽ കയറ്റുമതി, ഇറക്കുമതി ചെലവുകൾ കുറയും. ആഭ്യന്തര വ്യവസായങ്ങളുടെ മത്സരശേഷി വർദ്ധിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില, മത്സരക്ഷമത ലഭിക്കുകയും ചെയ്യും. ലോജിസ്റ്റിക്സ് മേഖലയിലെ ഇന്ധന ചെലവ് കുറയുന്നത് രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിലും ഗുണകരമാകും. ചരക്കു ഗതാഗത ചെലവ് കുറയുമ്പോൾ നിർമ്മാണ സാമഗ്രികൾ, വാഹനങ്ങൾ, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിതരണ ചെലവും കുറയും. ഇതിന്റെ പ്രതിഫലനം ഭവന നിർമ്മാണം, അടിസ്ഥാന സൗകര്യ വികസനം, വ്യവസായം, റീറ്റെയിൽ വ്യാപാരം തുടങ്ങി നിരവധി മേഖലകളിൽ കാണാനാകും. സാധാരണ ഉപഭോക്താവിന് കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നതിനും ഇത് സഹായകമാകും. വേഗത്തിൽ വളരുന്ന ഇന്ത്യയുടെ വൈദ്യുത വാഹന വിപണിക്കും ഇത്തരം സാങ്കേതിക വിദ്യകൾ വലിയ പ്രയോജനം ചെയ്യും.
ആഭ്യന്തര വാഹന നിർമ്മാതാക്കൾക്കും കയറ്റുമതിക്കാർക്കും ലോജിസ്റ്റിക്സ് കമ്പനികൾക്കും വലിയ തോതിൽ വാഹനങ്ങൾ കുറഞ്ഞ ചെലവിൽ വിദേശ വിപണികളിലേക്ക് എത്തിക്കാൻ കഴിയും. ഇതോടെ വാഹനങ്ങളുടെ അന്തിമ വിപണി വില കുറയ്ക്കുന്നതിനും ആഗോള വിപണിയിൽ ഇന്ത്യൻ വാഹനങ്ങളുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും അവസരങ്ങൾ ഒരുങ്ങും. ഭാവിയിൽ ഹരിത ഊർജ്ജം, ശുദ്ധ സമുദ്ര ഗതാഗതം, കുറഞ്ഞ കാർബൺ പുറന്തള്ളൽ എന്നിവയാണ് ലോക വ്യാപാരത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അതിനാൽ സോളാർ ഊർജ്ജം, ദ്രവീകൃത പ്രകൃതിവാതകം, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങി പരിസ്ഥിതിക സൗഹൃദ സാങ്കേതിക വിദ്യകൾ സമുദ്ര ഗതാഗതത്തിന് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും അനിവാര്യമാണ്. തുറമുഖ വികസനത്തിനൊപ്പം ഹരിത ലോജിസ്റ്റിക്സ് സംവിധാനങ്ങൾക്ക് മുൻഗണന നൽകാൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരക്ക് ഗതാഗത രംഗത്തും കൂടുതൽ ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമായതും ആഗോള മത്സരത്തിന് അനുയോജ്യമായതുമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കും.